സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് സമാപനമാകും. സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 901 പോയിന്റുമായി കോഴിക്കോടാണ് ഒന്നാം സ്ഥാനത്ത്. കണ്ണൂരും പാലക്കാടും തൊട്ടുപിന്നിലുണ്ട്. കലോത്സവത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി നിഖിലും വിജിനും നമ്മോടൊപ്പം ചേരുകയാണ്. നിഖിൽ, വിജിൻ, ഈ കലോത്സവം കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് ഈ അവസാനത്തെ മണിക്കൂറുകളിൽ, അല്ലേ? തീർച്ചയായും നിലിമ, ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ ഈ കലോത്സവത്തിൻ്റെ മത്സര ഇനങ്ങൾ ഒക്കെ അവസാനിക്കും. അതിനുശേഷമാണ് ഈ സമാപന സമ്മേളനം നടക്കുക. സമാപന സമ്മേളനത്തിൽ മമ്മൂട്ടി പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ്. ഈ കൊല്ലം ജനത മുഴുവൻ ആശ്രാമം മൈതാനിയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ ഇന്നലെയൊക്കെ വലിയ തിരക്കാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈ കലോത്സവ വേദികളിൽ ഉണ്ടായിരുന്നത്. രാത്രിയൊക്കെ ആശ്രമ മൈതാനം നിറഞ്ഞു കവിയുന്ന കാഴ്ച തന്നെയായിരുന്നു. നീലിമ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരവും ഭയങ്കര തീപ്പാറുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനും നിഖിലും കൂടി ഈ അവസാന ഘട്ടത്തിൽ കൊല്ലം നഗരത്തിൽ ഇറങ്ങി ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ആ സമയത്താണ് ലൈവ് വിളിച്ചത്. എന്തായാലും പോയിന്റ് വിവരത്തെ പറ്റി നിഖിലിനോട് തന്നെ ചോദിക്കാം. നിഖിലെ, എങ്ങനെയാണ് ഈ ഭയങ്കര വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്? കണ്ണൂരായിരുന്നു ഇന്നലെ വരെ മുന്നിലുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും മാറി കോഴിക്കോട് ആധിപത്യം പിടിച്ചെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് പോയിന്റ് നില? തീർച്ചയായും പോയിന്റ് നില മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു ആധിപത്യം എന്ന് പറയാനാവില്ല. 4 പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 901 പോയിന്റുകളാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഇപ്പോൾ ഈ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ളത്. കണ്ണൂർ 897 പോയിന്റുകളാണ്. ഒപ്പം പാലക്കാടും തൃശ്ശൂരും പാലക്കാട് 895 പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്താണ്. തൃശ്ശൂരിന് 875 പോയിന്റാണ്. പിന്നീട് മലപ്പുറം, കൊല്ലം ജില്ലകളൊക്കെ തൊട്ട് പിന്നാലെ ഉണ്ട്. ഏതായാലും ഈ കലോത്സവം സമാപിക്കുമ്പോൾ ഈ 3 ജില്ലകൾ കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, നമുക്കറിയാം കലോത്സവത്തിലെ ഏറ്റവും പൊരിഞ്ഞ പോരാട്ടം അവസാന നിമിഷങ്ങളിൽ നടത്തുന്നവരും ഫോട്ടോ ഫിനിഷിലേക്ക് ആ കലോത്സവത്തെ കൊണ്ടുപോകുന്നവരുമാണ് ഈ 3 ജില്ലകളും. അവർ ഇത്തവണയും സമാനമായ രീതിയിലുള്ള മത്സരം തന്നെ കാഴ്ചവെക്കുകയാണ്. ഒരുപക്ഷെ മത്സരങ്ങളും ഇനി അത്രയധികം പൂർത്തിയാകാനില്ല. ഇന്ന് 10 വേദികളിലെ മത്സരങ്ങൾ മാത്രമാണ് ഉള്ളത്. അവയെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും MLA-മാരുമായും സംഘാടകരുമായൊക്കെ സംസാരിച്ചപ്പോൾ നീലിമ, അവർ പറഞ്ഞത് അപ്പീലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരു പ്രവാഹം പോലെ അപ്പീലുകൾ വരുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടക്കാൻ, സമയത്തെ മറികടക്കാനുള്ള കാരണമായി കാണാൻ കഴിയില്ല. അത്തരത്തിലാണ് ഈ മത്സരങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്ന് അപ്പീലുകളിൽ തീർപ്പ് വരുത്താൻ കഴിയുന്ന മത്സരങ്ങളാണ് അവസാന ഘട്ടത്തിലുണ്ടാവുക. 3 മണിയോടുകൂടെ തന്നെ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സമയം എടുത്താൽ തന്നെ അതൊരു 4 മണിയോടുകൂടിയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയും. തുടർന്ന് സമാപന സമ്മേളനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയൊക്കെ വലിയ മഴ, ശക്തമായ മഴ ഈ കൊല്ലത്തുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നും ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഉണ്ടായിരുന്നത് എല്ലാ വേദികളിലേക്കും. കൊല്ലം നഗരം കഴിഞ്ഞ 4 ദിവസവും ഇന്നുമായി അക്ഷരാർത്ഥത്തിൽ ഈ കലോത്സവത്തിൻ്റെ ആഘോഷത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായും നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിലായിരുന്നു ജനങ്ങളുടെ ഒഴുക്ക് ഈ കലോത്സവ നഗരിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇങ്ങോട്ട് വന്ന ആളുകളും വളരെ ഹാപ്പിയായി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച. അവസാന ഘട്ടത്തിൽ ഈ മത്സര ഫലങ്ങൾ ഏത് ജില്ല കപ്പ് കൊണ്ടുപോകും, ഈ നേരത്തെ നിഖിലൊക്കെ പറഞ്ഞതുപോലെ മാഹിപ്പാലത്തിന് അപ്പുറമാണോ കപ്പ്, അല്ലെങ്കിൽ മാഹിപ്പാലത്തിന് ഇപ്പുറം തന്നെ നിലനിർത്തുമോ എന്ന് അറിയാനാണ് ഇപ്പോൾ ആകാംക്ഷയോടെ എല്ലാവരും കണ്ടു നിൽക്കുന്നത്. നിലിമ.